ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ഓട്ടോ. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുവിധം ആർക്കും അറിയാത്ത എന്നാൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരുപാട് ഇഷ്ടം പോലെ CNG വണ്ടികൾ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മളെ വണ്ടി അടക്കം CNG വണ്ടിയാണ്. ഈ ഓട്ടോറിക്ഷകളിലാണെങ്കിലും കാറുകളിലാണെങ്കിലും ഒരുപാട് ഇപ്പോൾ പുതിയ വരുന്ന കാറുകളിലും എല്ലാം CNG ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് 3 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഏത് വണ്ടീൻ്റെ ആണെങ്കിലും ഈ സിലിണ്ടർ നമ്മളെ CNGൻ്റെ സിലിണ്ടർ റീടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അത് എവിടെ വെച്ചിട്ടാണ് ചെയ്യാമെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ നിലവിൽ CNG വണ്ടിയുള്ള ആളുകൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞാൽ റീടെസ്റ്റുള്ള കാര്യം പോലും അറിയാത്ത ആളുകളുണ്ട്. നമ്മൾ പലയിടത്തുനിന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എറണാകുളം നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ, നമ്മളെ കോഴിക്കോട്, മലപ്പുറം, വയനാട് ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ആകെ 2 സ്ഥലത്തെ ഇതിൻ്റെ റീടെസ്റ്റ് ഉള്ളൂ. അത് വരുന്നത് ഒന്ന് നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകരയിലാണ്, ഒന്ന് വരുന്നത് എറണാകുളത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്നത് കോഴിക്കോട് രാമനാട്ടുകരയിലുള്ള CNGൻ്റെ റീടെസ്റ്റ് ചെയ്യുന്ന ഓഫീസിലാണ്. അപ്പോൾ നമ്മൾ ഒരു വണ്ടി റീടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചിലവ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്, അതുപോലെ ഇതിൻ്റെ ഫീസ് എത്രയാണ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിരവധി ഓട്ടോറിക്ഷകളാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നതൊക്കെ. ഇതിൻ്റെ കുറ്റികളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അതൊക്കെ റീടെസ്റ്റിന് വന്നതാണ്. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ റീടെസ്റ്റിന് വന്നിട്ടുള്ളതാണ്. 3 വർഷം കഴിഞ്ഞ എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ടാവും. ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇനി അടുത്ത ടെസ്റ്റ് വരുന്നത് വീണ്ടും 3 വർഷം കഴിഞ്ഞാലാണ്. അതിൻ്റെ ഒരു പേപ്പർ നമ്മൾ RCൻ്റെ കൂടെ തന്നെ ഒരു പേപ്പർ ഉണ്ടാവും. ഇതിൻ്റെ ഏതാനും ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പേപ്പർ ഉണ്ടാവും. അത് കൂടാതെ നമുക്ക് വണ്ടിയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെയാണ് CNGൻ്റെ കുറ്റി വരുന്നത്. ഇവിടെ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫിറ്റാക്കി ഇൻസ്റ്റാൾ ചെയ്ത ഡേറ്റും ഇതിൻ്റെ എക്സ്പയറി വരുന്നതും അടുത്ത ടെസ്റ്റ് എപ്പോഴാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ലിപ്പുമ്മിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ വണ്ടിക്ക് ഓരോ ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സെയിം വണ്ടി ഊരിയത് കാണിച്ചു തരാം. ടെസ്റ്റിന് വരുമ്പോൾ ഇതുപോലെ ബോഡി കംപ്ലീറ്റ് ഇറക്കിയതിന് ശേഷമാണ് അവർ ഈ സിലിണ്ടർ ഊരുക. ഈ ഭാഗത്താണ് സിലിണ്ടർ വരിക. അപ്പോൾ ഊരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോഡി മൊത്തം ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഓട്ടോറിക്ഷ ബോഡി ഇറക്കാന്ന് പറഞ്ഞാൽ അത്രയും പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ വന്ന് ബോഡി പണിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബോഡി ഇറക്കൽ. അപ്പോൾ ഈ ഒരു സിലിണ്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ബോഡി ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ തന്നെ ചെയ്യും. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല, കാരണം അത് കുറച്ച് ഡേഞ്ചർ ഏരിയയാണ്. സിലിണ്ടറും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ളവരാണ്ട് കയറ്റില്ല. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ഇത്രയും ബോഡി ഇറക്കിയതിന് ശേഷമാണ് ഈ സിലിണ്ടർ ഊര. നമ്മളൊക്കെ സിംഗിൾ സിലിണ്ടറാണ് വരുന്നത്. ഈ കിടക്കുന്ന വലിയ വണ്ടികൾക്കൊക്കെ ഡബിൾ സിലിണ്ടർ വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ടൈമാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് വണ്ടി ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. അത്രയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റീടെസ്റ്റിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ വരുള്ളൂ. സിലിണ്ടർ പാച്ച് വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സിലിണ്ടർ മാറ്റേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഏകദേശം 20,000 രൂപയോളം വരുന്നതാണ് പറഞ്ഞത് സിംഗിൾ സിലിണ്ടറിന്. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോളാം. പിന്നെ ഫ്രഷ് വണ്ടികളാകുമ്പോൾ ഫസ്റ്റ് ടെസ്റ്റിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമ്മളിതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അടുത്ത ടെസ്റ്റിലൊക്കെ നോക്കിയാൽ മതി. അത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്പർ കൊടുക്കാം. അതിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് വരേണ്ടി വരും. നമ്മൾ വന്ന ഉടനെ നമുക്ക് ബുക്ക് ചെയ്തിട്ടൊന്നും കിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് അടുത്ത് നമ്മുടെ ഡേറ്റ് കിട്ടിയിട്ടുള്ളത് 3 മാസം കഴിഞ്ഞിട്ടാണ്. മാർച്ച് 10-നാണ് നമ്മൾ ഡേറ്റ് കിട്ടിയിട്ടുള്ളത്. അതുവരെ ഡേറ്റ് ഇല്ല. ബാക്കി വണ്ടികൾ ഫുള്ള് കംപ്ലീറ്റ് ആണ്. കാരണം അത്രയും നമ്മുടെ ഈ ഒരു 2-3 ജില്ല എന്ന് പറയുമ്പോൾ അത്രയും വണ്ടികളുണ്ടാവും. അതിൻ്റെ എല്ലാം ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരുടെങ്കിലും അടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസം പെൻഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വേഗം വന്നിട്ട് ബുക്ക് ചെയ്തോളാം. അല്ലെങ്കിൽ കിട്ടില്ല. നമ്പറുണ്ട്, നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താലും മതി. അപ്പോൾ അത്രയാണ് വരുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ്. എല്ലാവരും സേവ് ചെയ്ത് വെച്ചോളാം. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ തൊട്ടടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.